ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മുടെ ഡ്രസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ചില ഫ്രേസൽ വേർബ്സ് ആണ്. വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസൽ വേർബ്സ്. അപ്പൊ നമുക്ക് ഈ വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസൽ വെർബുകൾ പഠിക്കാം. അപ്പൊ എല്ലാവരും റെഡി ആകുക. ഏതെങ്കിലും ഒരു ഷോപ്പിൽ ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ആദ്യം തന്നെ ഡ്രസ്സുകൾ നോക്കും, എന്നിട്ട് അത് പാകമാണോ എന്നറിയുന്നതിന് നമ്മളത് ധരിച്ചു നോക്കും, അല്ലെ? അപ്പോൾ പാകമാണോ എന്നറിയുന്നതിന് നമ്മളതിനെ ധരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ട്രൈ ഓൺ. ഓക്കെ, ട്രൈ ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പാകമാണോ. അപ്പൊ വിവാഹത്തിന് മുമ്പ് കടയിൽ ചെന്ന് അവള് വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് വെഡ്ഡിങ് ഡ്രസ്സുകളെല്ലാം ഇട്ട് നോക്കി. അപ്പൊ ഇതിനെങ്ങനെ നമ്മൾ സെന്റൻസിൽ പറയും? മരിയ ട്രൈഡ് ഓൺ ഓൾ ദ ഡ്രസ്സസ് ബിഫോർ ബൈയിങ് വൺ. മരിയ ട്രൈഡ് ഓൺ ഓൾ ദ ഡ്രസ്സസ് ബിഫോർ ബൈയിങ് വൺ. അല്ലെങ്കിൽ നമുക്ക് പറയാം മരിയ ട്രൈഡ് ഓൺ ഓൾ ദ വെഡ്ഡിങ് ഡ്രസ്സസ് ബിഫോർ ബൈയിങ് വൺ. പിന്നെ അതിനുശേഷം ആ ഡ്രസ്സ്, അന്നേരം തയ്ച്ച ഡ്രസ്സുകളൊക്കെ കുറച്ച് വലുതാണ്, പക്ഷെ ഇപ്പോ വെയിറ്റ് ഒക്കെ കുറഞ്ഞു. അപ്പൊ ഇപ്പോ ആ ഡ്രസ്സുകൾ ഇടാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ മുമ്പ് ഇടാൻ പറ്റാതിരുന്നതിന് ഇപ്പൊ അതെനിക്ക് പാകമാണ് എന്ന് കാണിക്കുന്ന ഫ്രേസൽ വെർബാണ് ഗെറ്റ് ഇൻ ടു. ഗെറ്റ് ഇൻ ടു. അപ്പൊ ഗെറ്റ് ഇൻ ടു ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഐ ലോസ്റ്റ് മൈ വെയിറ്റ്. എന്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞു. Now I can get into my old dress. ഇപ്പൊ എനിക്ക് എന്റെ പഴയ ഡ്രസ്സൊക്കെ പാകവും. I lost my weight. Now I can get into my old clothes അല്ലെങ്കിൽ ഓൾഡ് ഡ്രസ്. വെർബുകളാണ് നമുക്ക് ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചു. ഇപ്പൊ നമുക്ക് എല്ലാ ഫ്രേസൽ വെർബുകളും ഉപയോഗിക്കാൻ അറിയാം. ഇനി നിങ്ങൾ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഫ്രേസൽ വെർബുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും